ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, പുത്തനെ ഞായറാഴ്ചയുടെ ദിവസമായ ഇന്ന് നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കാനാവിലെ കല്യാണത്തെക്കുറിച്ചുള്ള വേദഭാഗമാണ് ഇന്ന് എവൻഗെലിയോൻ സമയത്ത് നാം വായിച്ചു കേട്ടത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേറ്റ്നെസ് ഓഫ് ദി മദേഴ്സ്, അതായത് അമ്മയുടെ മധ്യസ്ഥതയുടെ മാഹാത്മ്യമാണ് നാം അവിടെ മനസ്സിലാക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ മദർ ആൻഡ് സൺ, അമ്മയുടെയും മകൻ്റെയും പരസ്പര ധാരണയാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. മൂന്നാമത്തത്, യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, ദി ഫസ്റ്റ് മിറക്കിൾ ഓഫ് ജീസസ് ഇൻ ദി പബ്ലിക് അഡ്രസ്സിംഗ് എന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതായിട്ട് നാം ഇവിടെ കാണുന്നുണ്ട്. അതായത് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നു. നാം ഇത് മനസ്സിലാക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ആ കാനാവിലെ ആ പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കുക. വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ സ്വല്പം ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം ചെന്നവർ, അവർക്ക് ആ പ്രത്യേകിച്ച് കന്യാമറിയാമിന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും വീഞ്ഞ് കുറഞ്ഞുപോയി എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായ ഉടനെ തൻ്റെ മകനോട് ചെന്ന് പറയുന്ന ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അതായത് ആ മകനോടുള്ള ഉത്തമ വിശ്വാസം. ഞാൻ പറഞ്ഞാൽ അവൻ നിഷേധിക്കില്ല എന്നും അമ്മ പറഞ്ഞാൽ എനിക്ക് അത് ചെയ്തേ മതിയാവൂ എന്നുള്ള ആ ഒരു തീരുമാനവും, അതോടൊപ്പം തന്നെ ആ കൽഭരണികളിൽ നിറച്ചു വെച്ചത് പച്ചവെള്ളമായിരുന്നു. അത് വീഞ്ഞായി മാറുവാനുള്ള കാരണം തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൻ്റെ ആജ്ഞ അനുസരിച്ചത് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന നാം എന്തിനാണ് ഒരു പേതുർത്ത നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പേതുർത്ത എന്നാൽ അതിൻ്റെ മീനിങ് തന്നെ എന്ന് പറയുന്നത് ഒരു അത്താഴം, അതായത് ഒരു ആഹാരം, എല്ലാം തികഞ്ഞതായ ഒരു ആഹാരമാണ് നാം അവിടെ കാണുന്നത്. അതായത് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നോമ്പിലേക്കും ഉപവാസത്തിലേക്കും പ്രവേശിക്കുന്നതിനെയാണ് ഈ പദം അർത്ഥമാക്കുന്നത്. അതായത് പേതുർത്ത എന്ന വാക്കുകൊണ്ട് വലിയ നോമ്പിന് സുറിയാനിയിൽ സൗമോ റാബോ എന്നും അറിയപ്പെടുന്നു. 50 നോമ്പിൻ്റെ ദിവസങ്ങളിനെ സംബന്ധിച്ചിടത്തോളം പുതായ കാനൂനിൽ 5-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 40 നോമ്പ് 48 ദിവസങ്ങൾ കൊണ്ടത്രേ പൂർത്തീകരിക്കപ്പെടുന്നത്. 8 ദിവസങ്ങൾ പീഡാനുഭവത്തിൻ്റെ ആഴ്ച മൂലം കൂടുതലായി ചേർത്തിരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അത് ചേർത്തില്ലായിരുന്നുവെങ്കിൽ 40-ാം വെള്ളിയാഴ്ച കൊണ്ട് നോമ്പ് പൂർത്തീകരിക്കുമായിരുന്നു. നാം മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പുകൾ നോക്കുന്നത്. അതായത് കാനൂനിക നോമ്പെന്ന് പറയുന്നത് ടോട്ടൽ 5 അതിൽ 2-ാമത്തെ നോമ്പാണ് നാം ഇപ്പോൾ നാളെ മുതൽ നോക്കുവാൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒക്കെയും പുറകിൽ കാണുന്നത് നമ്മളുടെ ശുദ്ധീകരണമാണ്, നമ്മളുടെ ദൗത്യമാണ്, നമ്മുടെ ഉദ്ദേശമാണ്. നമ്മളെന്താണ് ഈ ലോകത്തിൽ നിന്ന് നേടിയെടുത്ത് നമ്മുടെ നിത്യതയിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് സമ്പാദ്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. അതിനായി നാം ആദ്യം നോക്കേണ്ടത് വലിയ നോമ്പിൽ എന്താണ് നോമ്പ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ജഡകാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങളെ ആണ് വിലമതിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനും, ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിനെ പുഷ്ടിയാക്കുവാനും, ജഡമോഹങ്ങളെ നിരോധിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും സാത്താനെ ജയിക്കുവാനുമുള്ള ഒരു ആയുധമാണ് നോമ്പ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പിന് 2 ചിറകുകളാണുള്ളത്. 1 ഉപവാസവും 2 പ്രാർത്ഥനയും. എന്താണ് ഉപവാസം? ദുഷ്പ്രവർത്തികളെ വെടിഞ്ഞ് ദുഷ്ടചിന്തകളിൽ നിന്നും മനസ്സിനെ തിരിച്ച് ആഹാരം വെടിഞ്ഞ് സ്വയം ദൈവ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എന്ന ആ പ്രക്രിയയാണ് ഉപവാസം എന്ന് പറയുന്നത്.
എന്താണ് പ്രാർത്ഥന? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ച് നിൻ്റെ ആവശ്യങ്ങളെ അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയും നിനക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപാവരങ്ങൾക്കായി നന്ദി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനി ഒരു പാപങ്ങളെ ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയുള്ള സമർപ്പണത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കഠിനമായ 3 നോയമ്പിന് ശേഷം 18 ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന കാനോനിക നോമ്പിലെ രണ്ടാമത്തെ നോമ്പാണല്ലോ ഈ വലിയ നോമ്പ്. ഈ വലിയ നോമ്പ് നമുക്ക് ഒരു ആത്മീയ തീർത്ഥാടനമായി തീർത്തക്കവണ്ണം നമുക്ക് തയ്യാറെടുക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.